നമ്മുടെ ഈ ചവ്വരി വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. സാബുദാന കിച്ചടി എന്നൊക്കെ പറയും. നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചവ്വരി എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചു. ഒരു രാത്രി മുഴുവൻ, തലേദിവസം രാത്രിയിൽ കുതിർക്കാനിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് നല്ല പാകത്തിന് കുതിർന്ന് കിട്ടും. ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം നികക്കെ വെള്ളം ഒഴിച്ച് വെക്കുക. ഒത്തിരി വെള്ളമൊന്നും വേട്ടോ, അത് പാകമായിരിക്കും. അതിൻ്റെ നികക്കെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വെള്ളം എല്ലാം പറ്റിയത് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കടലയാണ്, പീനട്ട്. വറുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട കേട്ടോ, കുറച്ച് പൊടിയും കുറച്ചിങ്ങനെ തരിതരിയായിട്ടൊക്കെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചവ്വരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും അകത്തേക്ക് രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണ് ആഡ് ചെയ്യുന്നത്. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ആവശ്യത്തിന് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി പിള്ളേർക്കൊക്കെ കുഞ്ഞാക്കി അരിയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുവേ പിളർന്നായിട്ട് ഇടാം കേട്ടോ. പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു കുറച്ച് ഇഞ്ചി വളരെ കുറച്ച് മതി കേട്ടോ. ഇഞ്ചിയും ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു സവോള എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി കട്ട് ചെയ്താണ് കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ സവോളയൊക്കെ ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സാബുദാനയില്ലേ, നമ്മുടെ ചവ്വരിയും പീനട്ടും കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം വേകുന്നതിന് അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി നന്നായിട്ട് സോക്ക് ചെയ്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതെല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചെറു തീയിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടറ്റോ പുഴുങ്ങിയത് ഞാൻ കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്താണ്. അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. പൊട്ടറ്റോയിൽ ഞാൻ ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചത്. അതുകൊണ്ട് പൊട്ടറ്റോയ്ക്ക് വേണ്ടി നമ്മൾ ഉപ്പിടണ്ട. ഉപ്പ് ചേർക്കുമ്പം ചവ്വരിക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി പൊട്ടറ്റോ നിങ്ങൾക്ക് സെപ്പറേറ്റ് പുഴുങ്ങണ്ടായെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കടുകൊക്കെ താളിക്കുമ്പോൾ കടുക് പൊട്ടിക്കല്ലേ, ആ ഒരു സമയത്ത് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഈ ചവ്വരി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ്, അതിൽ കൂടുതൽ ഒട്ടും വെക്കണ്ട കേട്ടോ. ഒത്തിരി വെന്ത് പോവും ഒത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് എല്ലായിടവും നന്നായിട്ടൊന്ന് വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ആ ഒരു സമയമാകുമ്പോഴേ നമ്മളിത് പാകമായതാണ്. നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അവസാനമായിട്ട് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചവ്വരി കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് പണ്ട് കഴിച്ചിട്ടുള്ളവർ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാവുന്നവർക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ചിലർക്കൊക്കെ അറിയുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് വട ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെ ഇത് നമ്മളൊരു വടയുടെ ഷേപ്പിൽ എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള വടയും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.